ഇതാരാ പറഞ്ഞെണീറ്റ്? ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചധികം ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്. നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ക്രിയേറ്റർ ബ്ലോക്ക് എന്നെല്ലാം പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് കേട്ടോ. വീഡിയോ എടുക്കുമ്പോഴെല്ലാം എന്തോ ഒരു ഉഷാർ കിട്ടുന്നില്ല. നമുക്കൊന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. യാമിക്കുട്ടി നല്ല ഉറക്കമാണ്. ഉച്ചയാണ് സമയം. യാമിക്കുട്ടിക്ക് ഉച്ചക്കേക്കുള്ള ഫുഡ് ഞാൻ റെഡിയാക്കാൻ പോവുകയാണ്. സ്ഥിരം കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. യാമീൻ്റെ ഫുഡ് റൂട്ടീൻ കാണിക്കുമോ, കുഞ്ഞുമക്കൾ അവരുടെ കുഞ്ഞുമക്കൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കമൻസൊക്കെ കാണുന്നുണ്ട്. ഒട്ടും വൈകാതെ ഞാൻ വീഡിയോ ചെയ്തോളാം കേട്ടോ. രാവിലത്തെ കുറുക്കുകൂടി ഉണ്ടല്ലോ, മിക്കവാറും നിച്ചൂട്ടി പോയ ശേഷമാണ് കൊടുക്കല്. അതിനിടയിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറേ സമയം വേണമല്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറ്റലില്ല. അപ്പോൾ 10 മണിയെല്ലാം ആവും കുറുക്ക് കുടിക്കാൻ. അത് കുറച്ചും കൂടെ നേരത്തെ ആക്കണം ശരിക്കും. എന്നാൽ മാത്രമേ എല്ലാ സമയത്തെയും ഫുഡ് ഒന്ന് ലെവലാക്കാൻ വേണ്ടി പറ്റൂ. അതുകൊണ്ട് തന്നെ ഉച്ചക്കേക്കുള്ള ഫുഡ് കഴിക്കാനും നല്ലോണം വൈകലുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചോറും മത്തനും അതുപോലെ ക്യാരറ്റും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചില സമയത്ത് ഉണക്കലരിയും ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് കഞ്ഞിയാക്കിയിട്ട് അടിച്ചെടുക്കുക ചെയ്യുക. ഇന്ന് ഞാൻ നമ്മുടെ മട്ട അരിയുടെ ചോറ്, റോസ് അരി ഉണ്ടല്ലോ, അതിൻ്റെ ചോറ് തന്നെയാണ് കേട്ടോ എൻ്റെ കൂടെ ഇട്ടിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒരു 7-8 അടിയോളം അടിച്ചെടുത്താൽ നല്ലോണം വെന്ത് കിട്ടും. എന്നിട്ട് മിക്സിയിൽ അടിച്ചെടുക്കും. ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറേ കാലങ്ങളായിട്ട് നമ്മളെ കിച്ചണെല്ലാം വൃത്തിയാക്കുക. ഇത് ഒരു 3 എണ്ണം വരുന്ന റോളാണ്, സെറ്റായിട്ടാണ് വാങ്ങുന്നത്. അത് ഫുള്ള് കഴിഞ്ഞു. ഇനി എനിക്ക് ഓർഡർ ചെയ്യാനായി. അതാണ് ഞാൻ എടുത്ത് നോക്കുന്നത് എത്രയുണ്ട് എന്നുള്ള കാര്യം. നല്ല കൺവീനിയൻ്റ് ആണ് കേട്ടോ. ഇത് തുണി പോലെയാണ്. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് ഉണക്കിയാൽ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഒരു 3-4 ദിവസത്തേക്കെല്ലാം ഈ ഒരു കഷ്ണം മതിയാവും കേട്ടോ. അത്രയും റോളായിട്ടുണ്ട്. ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. പ്രൊഡക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ വ്യൂ പ്രൊഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നിച്ചൂട്ടി വരാനായി സമയം 3 മണി ആവാറായിട്ടുണ്ട്. ഇപ്പോൾ 2:30 3 മണി ആകുമ്പോഴേക്ക് നിച്ചൂട്ടിക്ക് ഒരു ഷെയ്ക്ക് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഈ ഒരു ബ്ലെൻഡർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഉപകാരമുള്ള സാധനമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് ഒരിക്കൽ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ വീണ്ടും ബാക്കി ചാർജ് ചെയ്ത് കൊടുത്താൽ മതി. മിക്സി ഒന്നും എടുക്കലും കഴുകലും ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. അനാർ ഷെയ്ക്ക് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അനാറും പാൽപ്പൊടി, പാല്, പഞ്ചസാര, ഇത്രയും സാധനം വേണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നട്ട്സും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് അടിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇതുവരെ ഈ ഷെയ്ക്ക് അടിച്ച് പിള്ളേർക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആ പാൽപ്പൊടിയുടെ ഫ്ലേവറും കൂടി ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് വരിക. അപ്പം നമ്മുടെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ബ്ലെൻഡറിൻ്റെതും ഞാൻ മുന്നേ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിനി. ഇതിൻ്റെതും ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ ടാഗ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ താഴെ ടാഗ് ചെയ്യാം കേട്ടോ. ഈ ലോങ് വീഡിയോ കാണുമ്പം താഴെയായിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലാണെന്ന് തോന്നുന്നു വ്യൂ പ്രൊഡക്റ്റ് ഇത് കാണാൻ വേണ്ടി പറ്റും. അതിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ എല്ലാ സാധനവും കാണും. അത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഫ്ലിപ്കാർട്ടിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ അനാറും പാൽപ്പൊടിയും പാലും നേരത്തെ പറഞ്ഞ സാധനങ്ങളെല്ലാം. മധുരം നമ്മുടെ പഞ്ചസാര ആവശ്യത്തിനനുസരിച്ച് ഓരോ കുട്ടികൾക്ക് ഓരോ പോലെ ആയിരിക്കുമല്ലോ. മധുരം കുറച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലത്, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ അടിയും കേട്ടോ. അടിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും. ആയിക്കഴിഞ്ഞാൽ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് അറിയോ, ഇതിൻ്റെ ഒരു കളറ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. കളറ് നമ്മൾ റെഡാണ് ഇട്ടതെങ്കിലും വരുമ്പോഴേക്ക് ഒരു വയലറ്റ് കളറായിട്ട് മാറും കേട്ടോ. നല്ല രസമാണ് കേട്ടോ ആ ഒരു കളറ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ കളർ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. അങ്ങനത്തെ ഒരു നല്ലൊരു വയലറ്റ്, ഒരു ലാവൻഡർന്നോ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഓഫ് കളറാണ് ഇത് അടിച്ചെടുക്കുമ്പോൾ വരിക. നല്ല ടേസ്റ്റും ഉണ്ടാവും. ഫുള്ളായിട്ട് അടിഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രമേ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. എന്നാലും മോള് വന്ന ഉടനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നാളത്തേക്ക് അരി വെള്ളത്തിലിടുകയാണ്. അരിയും ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ടിട്ട് രാത്രി അരച്ച് വെച്ച് കഴിഞ്ഞാൽ ദോശ ഇഡലി എന്താണെന്ന് വെച്ചാൽ ആവുമല്ലോ. അമ്മ എപ്പം പറയൂ രാവിലത്തെ ഗുസ്തിയാണ്, എന്താ ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അമ്മ ഇപ്പോൾ പറഞ്ഞു അരി വെള്ളത്തിലിടാതെ ഒന്നാണ്, അതുകൊണ്ട് ദോശക്ക് വേണ്ടിയിട്ട് ഇടുകയാണ്. അപ്പോഴേക്ക് യാമിൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം നല്ലോണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അയ്യോ പുകമയായി പോയിട്ടുണ്ട് മൊത്തത്തിൽ. ഇതാ നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. എന്ന് നമുക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഹായ്, ഹലോ, ഇതാരാ പറഞ്ഞെണീറ്റ്? അമ്മേൻ്റെ പൊന്നാ, അമ്മേൻ്റെ പൊന്നാ. അപ്പോൾ യാമിക്കുട്ടീൻ്റെ ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് എണീറ്റിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഫുഡെല്ലാം റെഡിയായി. ഇനി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അടിക്കാണ്ട് നല്ലോണം ഉടച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലതെന്ന് ഡോക്ടേഴ്സ് എല്ലാം പറയും. യാമി എന്താ പറയുന്നേ? പക്ഷെ എന്നാലും ഞാൻ ഈ ഒരു സമയത്തെല്ലാം അടിച്ചിട്ട് തന്നെയാട്ടെ നിച്ചൂട്ടിക്കും കൊടുത്തത്. ഒരു 10 മാസമെല്ലാം ആകുമ്പോൾ നമുക്ക് നല്ലോണം ഉടച്ച് കൊടുക്കാം. അതുവരെ നമ്മൾ ഡൈജഷനിൽ ശരിയാവുന്ന വരെ മിക്സിയിൽ ജസ്റ്റ് അടിച്ചിട്ട് തന്നെയാണ് കൊടുക്കൽ. അപ്പം നിച്ചൂട്ടി വരാൻ സമയമായി. അപ്പം നിച്ചു വന്നിട്ട് കൊടുക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ അപ്പോഴേക്ക് തീരൂല. അമ്മ ആരോടാ പറയുന്നേ? അമ്മ ആരോടാ പറയുന്നേ? യാമി
ചേച്ചിനെ കൂട്ടിയിട്ട് വരട്ടെ നമ്മള്. അമ്മി ചേച്ചി വരുന്ന ചേച്ചിനെ കൂട്ടട്ടെ അമ്മ. അവിടെ വെയിലാന്ന്, അമ്മി വരണ്ട കേട്ടാ. ചേച്ചിനെ എത്ര നേരമായി കാത്തിക്കുന്നേ. ഇങ്ങോട്ട് വാ ചേച്ചി. ചേച്ചി ചേച്ചി മുടിന്റെ പണ്ണൂന്നില്ല കയ്യില്. എന്നാടാ മുടിന്റെ പണ്ണൂന്നില്ല. ഇല്ല ഇല്ല, എന്ത് എടുത്ത് പിടിച്ചിന തല പിടിച്ചിനാ. ചേച്ചിനെ കണ്ടാ മുടി ഇല്ല ഇല്ല, മുടിയൊന്നുമില്ല. കൈമാറ്റി കൂടാ. ആ ബെഡ്ന്ന് കൈമാറ്റല്, ബെഡ് ഇവിടുന്ന് കൈമാറ്റി. മോളെ ഒരാൾക്കിന്ന് സമ്മാനെല്ലാം കിട്ടീനേ സ്കൂളിൽ നിന്ന്. എന്നാ എഴുതിപ്പിച്ച കണ്ണാ? സ്വരാക്ഷരങ്ങളല്ലേ? ആ ഈ ഉ അല്ല ഏണ് പറയണ കാലി വേണേ. ആ ഈ ഊവെല്ലാം എഴുതിയിട്ട് ഇവർക്ക് 4 ആൾക്ക് സമ്മാനം കിട്ടീനല്ലേ? എന്നാ അമ്മക്ക് സമ്മാനം കാണിച്ചു തരോ? എന്നാ സമ്മാനം കിട്ടിയടാ? പെൻസിലാ 4 പിള്ളേർക്ക് കിട്ടിയിട്ടല്ലേ? ആയിരിക്കല്ലാന്ന് പേര് പറഞ്ഞേ? അതെയാ. റെഡ് പെൻസിലാ. അടിപൊളി, സൂപ്പർ. അമ്മ കച്ചന് കാണിച്ചു കൊടുത്തിട്ട് എനിക്ക് സമ്മാനം കിട്ടിയെന്ന് പറ. ഓടി പോയിട്ട് ഇനി അമ്മക്കുട്ടിക്ക് ഫുഡ് കൊടുക്കട്ടെ. ഇച്ചുവിൻ്റെ ഉടുപ്പെല്ലാം മാറ്റിയിട്ട് ചേച്ചിക്ക് അല്ല അനിയത്തിക്ക് ഫുഡ് കൊടുക്കട്ടെ. യാമിക്കുട്ടി ഏത് സ്റ്റേജിലാണ് ഇപ്പം? ഇരിക്കാൻ തുടങ്ങിയോ, മുട്ടിൽ എഴയാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നത് കാണാറുണ്ട്. യാമി മുട്ടിൽ എഴയാൻ തുടങ്ങിയേ. ഇപ്പോൾ കുറച്ച് ദിവസമായി എഴയാൻ തുടങ്ങിയിട്ട്. ആദ്യം ഇങ്ങനെ കൊമ്പനാനെ പോലെ 4 കാലിൽ ഇങ്ങനെ നിന്ന് ആടി ഇപ്പോൾ ഇതാ കുറച്ച് ദൂരത്തിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ നേരത്തെ ആയിട്ടുണ്ട്. നിച്ചു കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടാണ് നിച്ചു ആക്കിയിട്ടുണ്ടായിരുന്നത്. യാമി കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടാണ് ഓരോ സ്റ്റേജും കടന്നു പോകുന്നത്. അപ്പോൾ മുട്ടിലെഴഞ്ഞ് അടുത്ത സാധനങ്ങളിൽ എടുക്കലും. ഇപ്പോൾ പിന്നെ ഇരിക്കുകയില്ല. ഇവിടെ താഴെ കിടത്തി കഴിഞ്ഞാൽ അപ്പം കമ്മിയും മുട്ടിലെഴിയലും. രാത്രി ഉറക്കത്തിൽ വരെ ഇതാന്ന് പണി. ഉറക്കാൻ കിടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കത്തിൽ എണീറ്റ് കഴിഞ്ഞാൽ മുട്ടിലെഴിഞ്ഞിട്ട് അങ്ങ് പോക്കാന്ന്. മറിക്കല്ലേ കുഞ്ഞിന്റെ വേത്ത്. യമ്മി വാ ഫുഡ് കഴിക്കാല. കുടിക്കടാ, ഫുഡ് കഴിക്കാല വാ. യമ്മി പെരുങ്ങുന്നണ്ടില്ലേ? ഗുഗ്ഗളായിട്ട് പെരുങ്ങലായി യമ്മീസ്. സൈക്കിളിന് കാറ്റടിക്കുന്ന ബലൂണ് കാറ്റടിക്കുന്ന. ഞാൻ ചേച്ചിയുടെ മേത്ത് കയറിയട്ടെ. വാവക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് നമ്മൾ നിലത്ത് ഇരിക്കുന്നുണ്ടായതുകൊണ്ട് ഇതെല്ലാവരും കൂടെ ചുറ്റിലും വന്നിട്ട് അവിടെ നിന്ന് തന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും അച്ഛൻ സോഫയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ വർത്താനെല്ലാം പറഞ്ഞുകൊണ്ട് ചായ കുടിക്കുമെന്ന്. നല്ല ബോണ്ട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബോണ്ട കണ്ടിട്ട് യാമിക്കുട്ടി ബോണ്ട പിടിക്കാൻ വേണ്ടിയിട്ട് വരുവാന്ന്. അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വായിൽ നോക്കിക്കൊണ്ട് നിൽക്കും. ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കൊടുക്കാനും പറ്റൂല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുറച്ച് കളിക്കുമെല്ലാം ചെയ്തിട്ട് യാമീസിത വീണ്ടും ഉറങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കേ എണീക്കും. ലോങ് ആയിട്ട് 1-2 മണിക്കൂറൊന്നും ഉറങ്ങൂല ഏട്ടാ, പണ്ടത്തെ പിള്ളേരെ പോലെ. അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്കേ ഉറക്കമുണ്ട്. അപ്പോൾ ഏട്ടൻ മുറ്റത്ത് നമ്മുടെ ഫിഷിൻ്റെ കുളം ഉണ്ടല്ലോ, ഗപ്പിക്കുളം, അത് വൃത്തിയാക്കുന്നുണ്ട്, വെള്ളം മാറ്റുന്നുണ്ട്. ഞാൻ അപ്പോൾ ആ വെള്ളമെല്ലാം കുറച്ച് എടുത്തിട്ട് നമ്മുടെ ചെടിക്കൊക്കെ നനച്ച് കൊടുക്കുകയെന്ന്. ചെടിയെന്നൊന്നും പറയാനില്ല, ഇപ്പം എല്ലാം പോയിട്ടുള്ളത്. ഇനി ആദ്യം ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആക്കണം. വീണ്ടും കുറച്ച് ചെടിയെല്ലാം വാങ്ങിക്കണം. കുറേ ഉണങ്ങി പോവുകയും ചെയ്തു. ഒരു പ്രഗ്നൻസിയും ഡെലിവറി എല്ലാം കഴിഞ്ഞ് വാവൻ്റെ എല്ലാം കൊണ്ടുള്ള തിരക്കിന് ഇതൊന്നും നോക്കാനേ പറ്റിയിട്ടില്ല. എക്സ്ട്രാ ചെടികൾ നമ്മൾ പിന്നെ വാങ്ങിച്ചിട്ടോ ഒന്നുമില്ല. അതുകൊണ്ട് അതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് സെറ്റ് ആക്കാം. ഗപ്പികൾ ഇപ്പോൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കണം. ഇപ്പോൾ ഹാളിൻ്റെ അവസ്ഥ ഫുള്ളായിട്ട് വലിച്ച് വാരിയിട്ട് യാമിയും നിച്ചും രണ്ടാളും കൂടെ ആയതുകൊണ്ട് യാമീൻ്റെ സാധനങ്ങളും നിച്ചുവിൻ്റെ കളിപ്പാട്ടങ്ങളും
ഇപ്പം ഫുഡൊക്കെ കഴിക്കാൻ യാമിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് കുറേ കളിപ്പാട്ടും അതും ഇതും എല്ലാം കാണിച്ചു കൊടുത്തിട്ട് വേണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം വലിച്ചു വാരി ഇടും. അപ്പോൾ വൈകുന്നേരം അടിച്ചു വരാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഒന്ന് എടുത്ത് വെക്കുകയെന്ന് അമ്മ അപ്പുറത്തുനിന്ന് അടിച്ചു വാരി വരുന്നുണ്ട്. അപ്പോൾ ഹോൾ എത്തുമ്പോഴേക്കും ഹോളെല്ലാം ഒന്ന് നീറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. കാര്യമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ ആയിക്കോളൂ. എന്നിട്ട് ഞാനും ഏട്ടനും കൂടെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെറുപടാ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിള്ളേരൊന്നും കൂട്ടിയിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടാണ് ഞാൻ പോയത്. സാധാരണ ഫോണിൽ അടിച്ചിട്ടാൽ പോലെ ഇന്നിങ്ങനെ പേപ്പറിലൊക്കെ എഴുതിയിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ സാധനങ്ങളായിട്ട് അങ്ങനെ നോക്കിയെടുക്കുകയാണ്. എൻ്റെ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് വാങ്ങിച്ച പിന്നെ ഞാൻ ഇത് അഴിക്കലേ ഇല്ല. ഒരാഴ്ചയായിട്ട് ഇടാൻ തുടങ്ങിയിട്ട് അതിൽ 5-6 ദിവസം ഞാൻ ഇട്ടു എന്ന് തോന്നുന്നുണ്ട്. നല്ല കംഫർട്ടാണ്, നല്ല മെറ്റീരിയലും ആണ്. ഇതും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. തിരിച്ച് വീട്ടിലെത്തി കുളിയെല്ലാം കഴിഞ്ഞ് സന്ധ്യയായ സമയം ഒരു 7 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ യാമിക്ക് ഫുഡ് കൊടുക്കുവാന്ന്. ഓരോ ഫുഡും ഓരോ നേരം കൊടുക്കുന്നത് എത്ര നേരം എന്നൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു വെച്ചാൽ യാമി എത്രത്തോളം കഴിച്ചു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. ഉച്ചക്ക് കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ലൈറ്റായിട്ട് എന്തെങ്കിലും കൊടുക്കും. ഇനി ഉച്ചക്ക് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രാത്രി കുറച്ച് കുറുക്കനാക്കിയിട്ട് കൊടുക്കും. അല്ലെങ്കിൽ വിശക്കുമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കലുണ്ട്. ആപ്പിൾ പ്യൂരി അതുപോലെ ബനാന പ്യൂരിയൊക്കെ ആക്കിയിട്ട്. ഇപ്പം അതെല്ലാം മടിയാണ്, അതൊന്നും കഴിക്കുന്നേ ഇല്ല. കുറേ സാധനങ്ങളെല്ലാം മടുത്തു കൂട്ടാ ഈ 2 മാസം കൊണ്ട് തന്നെ യാമിക്ക്. അതുകൊണ്ട് ഫുഡ് കഴിപ്പിക്കാൻ ഇപ്പോൾ കുറച്ച് പണിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കുറുക്കൻ ആക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ രാത്രി ആകുമ്പോഴേക്ക് വിശക്കുമല്ലോ എന്ന് വെച്ചിട്ട്. കരച്ചിലാണ്, ഫുഡ് കൊടുക്കുമ്പോൾ കരയും കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചേച്ചി ഉള്ളതുകൊണ്ട് ചേച്ചിയോട് കളിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കൊടുക്കുക. വെച്ചിട്ട് ഹോംവർക്കെല്ലാം ചെയ്തു. അപ്പോൾ നമ്മൾ വെറുതെ ടെക്സ്റ്റ് എടുത്തിട്ട് വാ മോള് ഇവിടെ ഇരുന്നിട്ട് വായിക്കാമെന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് വായിക്കുവാന്നേ. അങ്ങനെ ഇരുത്തി പഠിപ്പിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. ഇപ്പം വൈകുന്നേരം എന്തായാലും നിച്ചുട്ടി ഹോംവർക്കെല്ലാം കഴിഞ്ഞ് യാമീൻ്റെ കാര്യം എല്ലാം നോക്കുമ്പോഴേക്ക് തിരക്കാണ്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ദിവസങ്ങൾ കൂടുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ വായിക്കും മോളെ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം അടുത്തിരുന്നിട്ട് അങ്ങനെ വായിച്ചോളും. ചിത്രമെല്ലാം നോക്കിയിട്ട് വായിച്ചോളൂ. അപ്പോൾ യാമീൻ്റെ കുറുക്കൂടിയും തീരും. അപ്പോഴേക്ക് ആ വായനയും കൂടെ അങ്ങ് കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. എടുത്തുകൊണ്ടല്ലോ മോളെ. എടാ കള്ള ചിരിപ്പിക്കണ്ട പോന്ന നിച്ചൂസേ, ചിരിപ്പിക്കണ്ടടാ കണ്ണാ, അവള് ഛർദിക്കും. ഒരാൾ ഉറക്കം വന്ന് കരഞ്ഞു കൊയപ്പാക്കിയതാണേ. എനിക്കിപ്പൊ നോക്കിയേ, കുറുക്കുടിക്കുമ്പോ കരഞ്ഞ് കൊയപ്പാക്കിട്ട് ഇപ്പൊ ചേച്ചി അനിയത്തിയും കൂടെ കളിക്കും. നോക്ക് തള്ളിപ്പെണ്ണേ. ഇനി ഉടുപ്പെല്ലാം മാറ്റണം. മേലെല്ലാം കഴുകിച്ചിട്ട് ഒന്ന് ജസ്റ്റ് മേത്തൊന്ന് ചൂടുവെള്ളം കയ്യിൽ പിടിച്ചിങ്ങനെ ഒഴിച്ചു കൊടുപ്പേ. ഇത് ഉടുപ്പെല്ലാം മാറ്റിച്ചിട്ട് ഇപ്പൊ ഒരു ഉറക്കം ഉണ്ടാവും, ചെറിയ ഉറക്ക്. കഴിഞ്ഞിട്ട് എണീച്ചിട്ടാണ് വലിയ ഉറക്കം ഉറങ്ങുക. നീച്ചോട്ടി ഹോംവർക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞാ? ഫിനിഷ് ആയാ? ഗുഡ് ഗേൾ ആയടാ? ഓക്കെ, ഇനി ഫുഡ് കഴിക്കണം അല്ലേ? അച്ഛ വന്നിട്ട് കഴിക്കാം. അമ്മ ഇന്ന് സേമിയ ഉപ്മാവ് ആക്കിയിട്ടുണ്ടായിനെ. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നമ്മളെ മാഗി നൂഡിൽസ് എല്ലാം ആക്കിയ നൂഡിൽസ് എല്ലാം പോലെ ഉണ്ട്. പെപ്പർ പൗഡറും ഗരം മസാല എല്ലാം ഇട്ടുകൊണ്ട് ആ ഒരു മസാല ഫ്ലേവറും ആയില്ലേ. ഇത് സേമിയ ഉപ്മാവ് മുട്ടയെല്ലാം കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഇത് ഉച്ചക്കത്തെ മീൻകറി ഉണ്ടായിന്. അതുകൊണ്ട് രാത്രി ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഗോതമ്പ് ദോശ ഞാൻ മിക്സിയിലാണ് കേട്ടോ കറക്കി എടുക്കുക. അതിൻ്റെ മാവ് വെള്ളവും പൊടിയും ഇട്ടിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല മാവായി. നമ്മളിങ്ങനെ കട്ട ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ യാമി അച്ഛൻ്റെ അമ്മമ്മേൻ്റെ കൂടെ ജോറ് കളിയാണ്. സാധാരണ ഈ സമയത്ത് അമ്മയാണ് ദോശയെല്ലാം ചൂടുക രാത്രി. അപ്പോൾ ഇപ്പോൾ ഏതായാലും യാമി കളിക്കുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ആ സമയം കൊണ്ട് ഏതായാലും ദോശ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. നിച്ചൂട്ടി അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ജോറ് കളിയിലാണ്. അപ്പോൾ ദോശയും മീൻകറി ആയിക്കഴിഞ്ഞാൽ രാത്രിത്തെ കാര്യം അങ്ങനെ തീരും. പിന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് ഫുഡെല്ലാം കഴിച്ച് നമ്മളെല്ലാവരും യാമിനെ എടുക്കാൻ ഒരാൾ വേണമല്ലോ. അതുകൊണ്ട് മാറി അങ്ങനെ എടുക്കാം. ഞാൻ എടുക്കുമ്പോൾ അമ്മ പണിയെടുക്കും, അമ്മ പണിയെടുക്കുമ്പോൾ ഞാൻ എടുക്കും. അല്ലെങ്കിൽ അച്ഛനാണെങ്കിൽ അച്ഛനെടുക്കും. അങ്ങനെ മാറി എടുത്തുകൊണ്ടിരിക്കുക ചെയ്യുക. അപ്പോൾ കുറച്ച് പാത്രം കഴുകാനുണ്ടായിന്. അതെല്ലാം പാത്രമെല്ലാം കഴുകിയിട്ട് അടുക്കളയെല്ലാം തുടച്ച് നീറ്റാക്കി ഇടുവാണ്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ പരിപാടിയെല്ലാം വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഉറങ്ങൽ പരിപാടി നോക്കാം. അപ്പം ഇത്രയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. ദിവസത്തിൽ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ വാവേനെ വെച്ചിട്ട് അധികം ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. പറ്റുന്ന പോലെ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് തന്നെ വീഡിയോസ് എല്ലാം ഇടാം. നിച്ചുട്ടിനെ ഉറക്കാൻ വേണ്ടി പോകുമെന്ന് മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബെഡ് റെയിൽ വാങ്ങിച്ചുകൊണ്ട് ഇപ്പം ഭയങ്കര ഉപകാരമാണ്. നിച്ചു ആണ് ആ സൈഡിൽ കിടക്കുക. അല്ലെങ്കിൽ ഞാൻ തലാണെല്ലാം വെച്ചിട്ടാണ് കിടത്തുക നിച്ചുവിനെ. പക്ഷെ എനിക്ക് പേടിയാണ്. യാമിനെ നിച്ചുവിനെ അടുത്തടുത്ത് കിടത്താനും പറ്റൂല. നിച്ചു കാലെല്ലാം എടുത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പേടിയാണ് യാമിൻ്റെ മേത്തെല്ലായി പോകുമെന്ന്. അതുകൊണ്ട് ആ സൈഡിൽ ഇപ്പം കുറച്ച് സെക്യൂർ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വെള്ളമെല്ലാം കുടിച്ച് നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അമ്മയും നിച്ചുട്ടി ഉറങ്ങാൻ പോവുമെന്നല്ലേ? യാമി എവിടെ? യാമി ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാളിൽ നിന്ന് കളിക്കുന്നുണ്ട് ഏട്ടൻ്റെ അടുത്ത് നിന്ന്. അപ്പം നിച്ചുട്ടിനെ ഞാൻ കുറച്ച് വേഗം ഉറക്കും കേട്ടോ. ഒരു 10 മണിക്കുള്ളിൽ 9 മണി 9:30 ആകുമ്പോഴേക്കും ഉറക്കും. നാളെ രാവിലെ എണീക്കാൻ പറ്റും, സ്കൂളിൽ പോകണ്ടേ അല്ലേ?
അതുകൊണ്ട് അമ്മയും മോളും കൂടെ എപ്പോൾ ഉറങ്ങും അല്ലേ? വേഗം. അമ്മ ഉറങ്ങൂല, മോളെ ഉറക്കും. എന്നിട്ട് ഞാൻ പോയിട്ട് യാമീനെ എടുക്കും, യാമീനെ ഉറക്കും. അതാണ് സ്ഥിരം പരിപാടി. മിച്ചുട്ടിനെ ഉറക്കാൻ ഞാൻ തന്നെ എപ്പം കൂടെ കിടക്കലുണ്ട് കേട്ടോ. അന്നേരം അന്ന് നമ്മള് സ്കൂളിലെ വിശേഷവും എല്ലാം ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ഉറങ്ങും അല്ലേ കണ്ണാ? എന്നാ ഉറങ്ങാം നമുക്ക്. അമ്മ ഉറങ്ങിപ്പോവില്ല, അമ്മ യാമീനെ എടുത്തിട്ട് ഉറക്കിയിട്ട് ഇടക്കെടുത്തു അല്ലേ? അപ്പൊ നമ്മള് ബെഡ് റെയിലെല്ലാം സെറ്റ് ആക്കി. അപ്പൊ നമ്മള് ഉറങ്ങട്ടെ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഓക്കേ.